കൊച്ചിനെ കാണുന്നില്ല അളിയാ. എന്തോ പറ്റിയെന്നുള്ളതാ. അവൾ ഇത്രയും വൈകാറില്ല. അവള് വന്നില്ല. ഇനി വണ്ടി വല്ലതും കിട്ടാതാണോ? എന്താണോ എന്തോ. മോളെ നീ ഒന്ന് വിളിക്ക്, ഫോണിന്റെ അടുത്ത് വിളിക്ക്. ഞാൻ എങ്ങനെ വിളിക്കാച്ചാ? അവള് ഫോൺ ഇവിടെ ചാർജിന് വെച്ചിട്ടാ പോയത്. എന്താ ചെയ്യാ? ഞാനേ ഒന്ന് പോയി നോക്കിയാലോ. ചേട്ടാ അങ്ങനെയാണെങ്കിലേ പോയിട്ട് വരുമ്പോ 2 കവർ പാല് വാങ്ങിച്ചിട്ട് ഒരു ചായ ഇടാം. പിന്നെ അവള് ചായ കുടിക്കാൻ കൊച്ചിനെ കാണാതിരിക്കുക. അതിനിടയില അവിടെ ചായ കുടി. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വിശക്കുന്നു. എന്തോന്ന് ചിന്നു ചെടി അവിടെ കൂട്ടുകാരികളെ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്ക്. ആരും ഫോൺ എടുക്കണില്ല. ഞാൻ അതൊക്കെ വിളിച്ചു നോക്കിയതാണ്. ഇത് കഷ്ടോ എന്തോ. അയ്യോ ആരോ വിളിക്കണം. ഇതിപ്പോ ആര് ഈ സമയത്തായിരുന്നു വിളിക്കണേ? ഹലോ 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 എന്താ കട്ടാക്കി. അൺനോൺ നമ്പർ. എന്തു പറഞ്ഞേ? നമ്മുടെ പിങ്കി ഇല്ലേ, അവരുടെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയില്ല? കസ്റ്റഡി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തട്ടിക്കൊണ്ടുപോയത് തന്നെ. ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. ഇടി മോളെ ഭോജനദ്രവ്യം വല്ലതും വേണോന്ന് ചോദിച്ചോ? ഒന്നും പറഞ്ഞില്ല മാമ. അതിനുമ്പ് കട്ട് ചെയ്ത്. നമുക്കേ ഇത് പോലീസിലാണ്. അല്ല അത് വേണ്ട അളിയാ. പോലീസ് അറിയിക്കണ്ട. അത് കൊച്ചു അമ്മടാ. അത് വേറെ ലൈനിൽ പോകും. ഞാൻ പോയി ഒന്ന് അന്വേഷിക്കാം. അത് മതി. എന്തെങ്കിലും ചെയ്യ പെട്ടെന്ന്. അളിയെ അന്വേഷിച്ചോണ്ടിരി. മണി നീ നമ്പർ ഒന്ന് വിളിച്ചു നോക്ക്. കോള് പോണില്ല അമ്മ. പറഞ്ഞോള്. മക്കളെ നിനക്ക് നീ പറ്റിയാ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് പറ്റിയടി? ഉപദ്രവിച്ചില്ല. ഉപദ്രവിക്കാൻ നോക്കി. ആര് പറയടി. ഞാനേ സ്കൂളിൽ വിട്ട് വരായിരുന്നേ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരാൾ എന്റെ ബാക്കിൽ ഫോളോ ചെയ്ത് വരുന്നു. അപ്പൊ ഞാൻ കുറച്ചു ദൂരം നടന്ന് കൊറേ കഴിഞ്ഞപ്പോ എന്ത് ചെയ്ത് രണ്ടുപേരും കൂടെ ബാക്കിൽ വരുന്നു. കൂട്ടത്തോടെ ഇവര് വരുന്നത്. പറമോളെ ഞാൻ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഓടിയപ്പോ ഇവരെന്റെ പറയെ ഓടണം. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവരെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എന്നിട്ട് എന്താണ്ടായി? ഞാൻ അപ്പൊ റോഡിൽ നോക്കിയപ്പോ കുറച്ച് ചല്ലിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അത് പറക്കി ചറപറ എറിഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്ത് 4 പൊക്കി ഓടി. ഗുണ്ടകൾക്ക് എവിടെ അടിവാല്? ഗുണ്ടല്ല, പട്ടി. പട്ടിയാ? പട്ടിയാണോ നിന്നെ ഓടിച്ചത്? ഗുണ്ടകളല്ലേ? ഗുണ്ടല്ല. അല്ല എനിക്കൊരു കോള് വന്നതോ. എന്ത് കോള്? നിങ്ങളുടെ മോള് കസ്റ്റഡിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ വഴി കൂടെ ഓടി വരണ നാട്ടുകാരൊക്കെ കണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ വിളിച്ചായിരിക്കും. ചിലപ്പോ. അല്ല മണി, ഈ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം ഈ തെരുവ് പട്ടികളെ പിടിക്കാനായിട്ട്. പണ്ട് ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാരെ വിട്ട് പട്ടിയെ പിടിപ്പിക്കുമായിരുന്നു അളിയാ. ഇപ്പഴത് പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പാടില്ല. അതാണ് നിയമാ. അണ്ണാ ഈ പട്ടി പിടുത്തക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കണം അവര്? നീ എന്റെ മുഖത്തോട്ട് നോക്കിയേ. എന്തോ ചെയ്യും? ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴേ ഇനി ശരിയാവൂല. ഇനി എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിക്കണ്ട. ഇവളെ ഒറ്റയ്ക്ക് സ്കൂളിൽ വിടണ്ട കേട്ടാ. ആരെങ്കിലും ഏർപ്പാടാക്കണം വിളിക്കാൻ. ശരിയല്ല? അപ്പം നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കാം. പരീക്ഷ മാത്രം സ്കൂളിൽ പോയതല്ലേ. അതൊന്നും വേണ്ട. നാളെ മുതൽ മണിക്കുട്ടൻ ചേട്ടൻ നിന്നെ കൊണ്ടാക്കും, വിളിച്ചോണ്ട് വരും. അത് മതി. ഓഫ് കോഴ്സ്. നാളെ മുതല് നിന്റെ ബോഡി ഗാർഡായിരിക്കും മാമൻ. മണി അവള് തളർന്നു നിൽക്കുക. വിശപ്പുണ്ട്. അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. 4 മുട്ട പപ്സ് ഉണ്ട്. 4 ഇല്ല 3 ഞാൻ തിന്നു. അതും തിന്നാ. ഇതാര് വിളിക്കുന്നത്? ഒരെണ്ണം തരാം. ഒരെണ്ണം. ഹലോ, അതെ രവീന്ദ്രനാഥ്. പോലീസ് സ്റ്റേഷൻ? സാർ എന്റെ ഇളയ മോളാണ് സാർ. അതെയോ? ഞാൻ പറയാം സാർ. വക്കീൽ ഞാൻ പറയാം സാർ. ഇല്ലല്ലോ, ഉറപ്പായിട്ടും വരാം. പിങ്കി എന്താ ഉണ്ടായത്? അളിയ ഇവള് പറഞ്ഞെല്ലാം കള്ളമാണെന്ന്. മണി ഇവളും കൂട്ടുകാരിയും കൂടെ നമ്മുടെ ആ വക്കീലില്ലേ വളവിലിരിക്കുന്ന വീട്, ആ വക്കീലിന്റെ വീട്ടിൽ കയറി ഡ്രാഗൺ ഫ്രൂട്ട് മോട്ടിച്ചു.
പിന്നെ അവിടുത്തെ പട്ടിയെ കല്ലെടുത്ത് എറിഞ്ഞു. 1.5 ലക്ഷം രൂപ വിലയുള്ള പട്ടിയാ. അച്ഛാ കള്ളം പറയല്ല അച്ഛാ. 1 ലക്ഷം ഒന്നുമില്ല, 2000 രൂപയുള്ള ഏതോ തെരുവ് പട്ടിയാണ്. അടിച്ച് പൊട്ടിച്ചളെ കേട്ടോ. വലിയ വില പിടിച്ച പട്ടിയാ. ഞാന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം ചെയ്യേ, അളിയൻ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനോട്ട് വയ്ക്കൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി ഞങ്ങൾ ഇവിടെ ഇരുന്നോടാം. ഞാൻ ഒരു കാര്യം ചെയ്തല്ലേ മണി, ആ വക്കീലിന്റെ വീട് വരെ പോയിട്ടെ വക്കീലിനെ കണ്ട് ഒന്ന് കൈകാലം പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്താലോ. നിനക്ക് എന്തിനാ ഡ്രാഗൺ ഫ്രൂട്ട്? എന്റെ മോളെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ നീ എന്നോട് പറയണ്ടേ? ഞാൻ വാങ്ങിച്ചില്ലേ? വല്ലവരും വീട്ടിൽ കയറി മോട്ടിക്കാൻ പോണോ? ആര്? അച്ഛൻ മേടിച്ചു തരുമോ? അച്ഛ ഈ ഒറിജിനൽ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് എത്രയാണ് വിലയെന്ന് അറിയോ? കിലോയ്ക്ക് 800 രൂപയ്ക്കാവും. പിന്നെ വാങ്ങിച്ച് കൊടുത്ത്. എന്തായാലും ഞാൻ വക്കീലിന്റെ വീട് വരെ പോവാം. എങ്ങനെ ചോദിക്കി തീർക്കും? ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ അതെ അളിയ, അളിയൻ ഒറ്റയ്ക്ക് പോകണ്ട, വക്കീലിന്റെ വീട്ടിൽ ഞാനിവിടെ വരാം. നന്നായി, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനിതുവരെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. ഞാൻ വക്കീലിന്റെ വീട്ടിൽ ചെന്ന് വക്കീലുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം സെറ്റിൽ ചെയ്യാം. അതിനിടയിൽ ഒരു 4 അടിച്ചു മാറ്റാമല്ലോ അളിയ. ഞാൻ കഴിച്ചിട്ടില്ല സത്യമായിട്ട്. 800 രൂപയല്ലേ കിലോയ്ക്ക് വില. മണിക്കൂട്ടാ അളിയാ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.